അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാലേ നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന 4 ദിവസവും വ്യാപകമായിട്ട് തന്നെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് ദുർബലമായിരുന്ന മൺസൂൺ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായിട്ടാണ് ശക്തി പ്രാപിക്കുന്നത്. അതിശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അതേപോലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മളെ മാപ്പിൽ ഗ്രീൻ കിടക്കുന്ന സ്ഥലത്തൊക്കെ നാളെ മറ്റന്നാളും ഒക്കെ അവിടെയും അലേർട്ടുകളുണ്ട്. നാളെ 5 ജില്ലകളിലും അതേപോലെ മറ്റന്നാൾ 7 ജില്ലകളിലുമാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മഴ മാത്രമല്ല, മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി ഉള്ളതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അവിടെയൊക്കെ മഴ ശക്തമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. മാത്രമല്ല, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഈ സാധ്യതയൊക്കെ കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് തൊട്ട് ഓഗസ്റ്റ് മാസം 2 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് പൊതുവിലുള്ളൊരു മഴ സാഹചര്യം. ഇന്ന് ജില്ലകളിലൊക്കെ അലേർട്ട് ഉണ്ട്. നാളെ മറ്റന്നാളും ഒക്കെ എല്ലാ ജില്ലകളിലും അലേർട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പോലും പലയിടങ്ങളിലും മഴ നിലനിൽക്കുന്നുമുണ്ട്. നമുക്കിനി ഈ ദിവസത്തെ താപനില കൂടി ഒന്ന് വേഗത്തിൽ നോക്കുകയാണെങ്കിൽ, തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ തിരുവനന്തപുരത്തെ ഇന്നത്തെ ഉയർന്ന താപനിലയായിട്ട് വന്നിരിക്കുന്നത് 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. എറണാകുളം ജില്ലയിൽ ഇന്നത്തെ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട്ടെ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. അതേപോലെ കണ്ണൂർ ജില്ലയിൽ ഇന്നത്തെ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പം ഇങ്ങനെയാണ് താപനില പോകുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട കാര്യം, മഴ ഇന്നും നാളെ മറ്റന്നാളും ഒക്കെ നന്നായിട്ട് തന്നെ തുടരുമെന്നുള്ളതാണ്. അപ്പം